നാദിർഷ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രമായിട്ടുള്ള വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ തന്നെ ചിത്രം ഏത് നിലവാരത്തിൽപ്പെട്ടതായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഏകദേശം തോന്നിയായിരുന്നു. എന്തായാലും ലോക സിനിമയിൽ ഇടം നേടാൻ സാധ്യതയുള്ള അത്ര വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് നാദിർഷ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നാദിർഷയുടെ അപ്ഡേഷൻ നമ്മുടെ ലാസ്റ്റ് സിനിമയായിട്ടുള്ള ഈശോയിൽ കണ്ടതാണ്. അതിനേക്കാൾ ഫ്രഷ് ആയിട്ടുള്ള കിടിലൻ ഐറ്റം കൊണ്ടാണ് ഇത്തവണ അദ്ദേഹം വന്നിരിക്കുന്നത്. എന്തായാലും നെഗറ്റീവ് റിവ്യൂ ഇട്ട് സിനിമയെ തകർക്കാൻ നോക്കുന്നില്ല. മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് നൽകിയ റാഫി രചന നിർവഹിച്ച ചിത്രമാണിത്. അർജുന അശോകൻ, ദേവിക സഞ്ജയ്, പിന്നെ റാഫിയുടെ മകൻ മുബിൻ എന്നിവരാണ് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി വളരെ വളരെ ഫ്രഷ് ആണ് കേട്ടോ. കഥ മാത്രമല്ല, ചിത്രത്തിലെ ഓരോ കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ലെന്ന് മാത്രമേ ചിത്രത്തിനെ കുറിച്ചുള്ള റിവ്യൂ ആയിട്ട് പറയാനുള്ളൂ. അത്രയ്ക്ക് അന്യായം. സംവിധാനവും അർജുന അശോകൻ ഒഴികെയുള്ള മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ, അതിപ്പം പുതുമുഖമായിട്ടുള്ള മുബിൻ മുതൽ സീനിയർ ആയിട്ടുള്ള ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോസ്, ജാഫർ ഇടുക്കി, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവരൊക്കെ വന്നിട്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ ഒന്നും പറയുന്നില്ല. പിന്നെ ഗാനങ്ങൾ വളരെ ഫ്രഷ് ആയിരുന്നു. പിന്നെ അതിനേക്കാൾ ഫ്രഷ് ആണ് അതിലെ കോമഡി, പിന്നെ ട്വിസ്റ്റ്. അപാരം. ഒരു വമ്പൻ അനുഭവം തന്നെയായിരുന്നു. അമർ അക്ബർ അന്തോണി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് നാദിർഷ ഒരുക്കുന്നുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ ഈ 3 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നാദിർഷയും റാഫിയും ഒരുക്കിയ 2 മണിക്കൂർ 11 മിനിറ്റ് നീണ്ട ആ ഒരു ചിത്രം കണ്ട ആ ഒരു നിമിഷത്തെ പറ്റി ഓർത്ത് കോൾമേരി കൊണ്ടുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും ഈ സിനിമ കണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ സിനിമ റിവ്യൂസിനും മറ്റ് വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.